ഇനിയോസ് നിങ്ങൾക്ക് തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കാം. കാരണം പ്രീമിയർ ലീഗിൽ ആദ്യമായി ടോട്ടനം ഹോട്ട്സ്പർ നമ്മുടെ സ്പേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്ലെയർക്ക് വേണ്ടി തോൽപ്പിച്ചിരിക്കുകയാണ്. 85 മില്യൺ പൗണ്ട്സ് കൊടുത്തുകൊണ്ട് വെസ്റ്റ് ഹാമിൽ നിന്നുള്ള മിഡ്ഫീൽഡർ മെത്തിയസ് ഫെർണാണ്ടസ്, പോർച്ചുഗീസുകാരനായിട്ടുള്ള മെത്തിയസ് ഫെർണാണ്ടസിനെയാണ് ടോട്ടനം സ്വന്തമാക്കിയിരിക്കുന്നത്. അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉള്ളം കയ്യിൽ നിന്ന്. ഒരു മാസമായി നമ്മൾ ഇവൻ്റെ പിന്നാലെയാണ്. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നെ ഒരു ഡീലാണ് ഒരു സമയത്ത് നടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെത്തിയസ് ഫെർണാണ്ടസ് എന്ന ആ ഒരു ഡീലിൻ്റെ പിന്നാലെയായിരുന്നു നമ്മൾ ഒരു മാസമായിട്ട്. 80 മില്യൺ വെസ്റ്റ് ഹാം വേണമെന്ന് പറയുന്നു. ആദ്യം മുതലേ പറയുന്നു 80 മില്യൺ വേണമെന്ന്. തുടക്കത്തിലുള്ള PSG, റയൽ മാഡ്രിഡ്, ആഴ്സണൽ ഈ പ്രഷറുകൾക്കിടയിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്മാർട്ടായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ കൊടുക്കില്ല, 60 മില്യൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കില്ല, സ്പെൻഡ് ചെയ്യില്ല എന്ന് പറയുന്നു. പൊതുവേ നമ്മൾ റയൽ മാഡ്രിഡ് ആയാലും PSG ആയാലും ആഴ്സണലായാലും ആ ഒരു ഡീലിൽ നിന്ന് പിന്മാറുന്നു. കാരണം 80 മില്യൺ കൊടുക്കാനുള്ള പ്ലെയർ ഇവനില്ല എന്ന് അവർ നിശ്ചയിച്ച് അവർ വേറെ ടാർഗറ്റ്സിലോട്ട് മൂവ് ചെയ്യുന്നു. ആ സമയം നമ്മൾ മെത്തിയസ് ഫെർണാണ്ടസ് ആണ് നമ്മുടെ ടാർഗറ്റ്. അതായത് ആൻഡേഴ്സൺ കയ്യിൽ പോയതിന് ശേഷം മെത്തിയസ് ഫെർണാണ്ടസ് ആണ് നമുക്ക് വേണ്ട പ്ലെയർ എന്ന് ഇവർ വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് 2 ആഴ്ച സമയമെടുത്ത് അതൊക്കെ കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ആരും ഇല്ല, മെത്തിയസ് ഫെർണാണ്ടസിന് വാങ്ങാനില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 70 മില്യൺ ബിഡ് വെച്ചാൽ ചിലപ്പോൾ കിട്ടിയേനെ, മേ ബി ദർ ഇസ് എ ചാൻസ്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും സമയം കളയുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്മാർട്ടാവാൻ നോക്കുകയാണ്. പക്ഷേ സ്മാർട്ടായി കുറേ സ്മാർട്ടാകുമ്പോൾ മണ്ടത്തരമായി മാറുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനിടയിൽ വരുന്നു രംഗപ്രവേശനം ചെയ്യുന്നു ടോട്ടനം ഹോട്ട്സ്പർ. 80 മില്യൺ ഞങ്ങൾ തരാം, അല്ലെങ്കിൽ 85 മില്യൺ പൗണ്ട്സ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടനം ഹോട്ട്സ്പർ വരികയാണ്. വെസ്റ്റ് ഹാം ഹാപ്പി, ജോർജ് മെൻഡസ് അതിനെക്കാട്ടും ഹാപ്പി. അങ്ങനെ അവസാനം ഇതിന് തിരശ്ശീല വീണിരിക്കുകയാണ്. ഒരു മാസത്തെ സാഗ, ഒരു മാസത്തെ ദേശാടനം കഴിഞ്ഞുകൊണ്ട് ഈ ഒരു സാഗ അവസാനിക്കുകയാണ്. മെത്തിയസ് ഫെർണാണ്ടസ് 85 മില്യൺ പൗണ്ട്സിന് ടോട്ടനം ഹോട്ട്സ്പറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഹിയർ വി ഗോ വന്നു കഴിഞ്ഞു. ഡേവിഡ് ഓൺസ്റ്റി ബോംബെയും ഇന്നലെ രാത്രി വന്നു. ഈ ട്രാൻസ്ഫർ ഫീ എനിക്ക് അറിഞ്ഞതിൽ വലിയ സർപ്രൈസ് ഇല്ല. കാരണം ഇന്നത്തെ ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ ഒരു 85 മില്യൺ പൗണ്ട്സ് ചിലവാക്കുന്നത് ഇറ്റ്സ് നോർമൽ. പക്ഷേ ഞാൻ സർപ്രൈസ്ഡ് ആയത് മെത്തിയസ് ഫെർണാണ്ടസിൻ്റെ സാലറിയിലാണ്. മെത്തിയസ് ഫെർണാണ്ടസിൻ്റെ സാലറി അറ്റ് ടോട്ടനം എന്ന് പറഞ്ഞാൽ 250K, അതായത് 250K പെർ വീക്കാണ്. അത്രയും വലിയൊരു സാലറി കൊടുക്കാനുള്ള പ്ലെയർ ഉണ്ടോ മെത്തിയസ് ഫെർണാണ്ടസ് എന്നുള്ളത് വലിയൊരു ചോദ്യം. 85 മില്യൺ ഒരു റെലിഗേറ്റഡ് സൈഡിന് കൊടുക്കണം എന്നുള്ളത് വേറൊരു ചോദ്യം. ഇനി ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇനിയോസ് തലയിൽ മുണ്ടിട്ട് നടക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ആഴ്സണൽ, PSG, റയൽ മാഡ്രിഡ് എല്ലാവർക്കും ഇവന് താല്പര്യമുണ്ട് മെത്തിയസ് ഫെർണാണ്ടസിൽ. പക്ഷെ അവരൊക്കെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി. അതായത് വെസ്റ്റ് ഹാം ഇവിടുന്ന് നെഗോസിയേഷനിൽ എളുപ്പമല്ല, അവർ 80 മില്യൺ താഴെ പറയില്ല. ജോർജ് മെൻഡസ് ക്ലയൻ്റാണ്, അവനും മാക്സിമം പൈസ കൂട്ടാൻ നോക്കണമെന്ന് മനസ്സിലാക്കി അവരൊക്കെ ഈ പ്ലെയറിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്ത് വേറെ ടാർഗറ്റിലോട്ട് പോയി. ആഴ്സണലാണെങ്കിൽ ബ്രൂണോ ഗൊമേറസിലോട്ട് പോയി, റയൽ മാഡ്രിഡ് ആണെങ്കിൽ എൻസോ ഫെർണാണ്ടസിൽ പോയി, PSG ആണെങ്കിൽ ഇപ്പോൾ ഡിയോമോണ്ടിനെ ടാർഗറ്റ് ചെയ്യാണ്, അതേപോലെ തന്നെ ബുവാദിനെയൊക്കെ ടാർഗറ്റ് ചെയ്യാണ്. നമ്മളപ്പോഴും ഒരു മാസമായിട്ട് പിടിച്ച് നിൽക്കുകയാണ്. വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ മതി, ആ പ്ലെയർ താനെ വണ്ടി വിളിച്ചിങ്ങോട്ട് വരുന്നതാണ് ഇവരുടെ വിചാരം. നെഗോസിയേഷൻ നടത്തണ്ട, പ്ലെയർക്ക് ടേംസ് അഗ്രി ചെയ്യണ്ട, അല്ലെങ്കിൽ സാലറി ഇത്ര കൊടുക്കണ്ട, ഏജൻറ്റ് ഫീസ് ഇത്രയാണ് എന്നൊന്നും അവർക്ക് നോക്കണ്ട. ഇവരുടെ വിചാരം വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് ഇനിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്ലെയർ എന്താ പറയുക, കുളത്തിലിറങ്ങി കുളിച്ച് തോർത്ത കൊടുത്ത് ഇങ്ങോട്ട് ഡയറക്റ്റ് ഓടി വരുന്നതാണ് ഇവരുടെ വിചാരം. എന്നാൽ അത് നടന്നില്ല. പ്ലെയർ പോയത് ടോട്ടനം ഹോട്ട്സ്പറിലോട്ടാണ്. ഇനി അവിടെ പോയത് കുളമാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം 250K കൊടുക്കുന്ന ഒരു പ്ലെയർക്ക്, എസ്പെഷ്യലി റെലിഗേറ്റഡ് സൈഡിൽ വരുന്ന ഒരു വെസ്റ്റ് ഹാം ഒരു പ്ലെയർക്ക്, 2 വട്ടം റെലിഗേറ്റ് ഒരു പ്ലെയർക്ക് 250K കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ടീമിലുള്ള ഏതൊരു നോർമൽ പ്ലെയറും ചോദിക്കാൻ പോകുന്നത് അതേ വേജ് ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ റിച്ചാർലിസൺ, വാൻ ഡെവൻ എന്നുള്ള പ്ലെയേഴ്സൊക്കെ നാളെ അവരുടെ കഥയ്ക്ക് പോയി കൊണ്ടിട്ട് പറയും ഞങ്ങൾക്ക് വേണം 250, 300 എന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്മാർട്ടാണോ അതോ വിഡ്ഢിത്തമാണോ വെറുതെ സമയം കളയാണോ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ 3ഉമാണ്. ബേസിക്കലി നമ്മൾ സ്മാർട്ടായി നിന്നു, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്മാർട്ടായി അവസാനം അത് കുളമായി. അതായത് നമ്മൾ വെറുതെ സമയം കളഞ്ഞ് ബേസിക്കലി നമ്മൾ മണ്ടത്തരം കാണിച്ചു. പിന്നെ ഈ സമയം കളയുന്നതിൽ എക്സ്പേർട്സാണ് ഇനിയോസ്. അത് കഴിഞ്ഞ വർഷം നമുക്കറിയാം. ഇപ്പോൾ എംബൂമോ ഡീൽ ഇതേപോലെ തന്നെയായിരുന്നു. എംബൂമോ പറഞ്ഞ് അവസാനം എംബൂമോ പറഞ്ഞു എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മതി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതും 7 വീക്സ് എടുത്ത് വന്ന് കൊണ്ടുവരാൻ. എന്നാൽ ഇന്നത്തെ പ്ലേയേഴ്സ് പോലെയല്ല, അവർ ഏജൻസ് എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ ചെറിയ യങ് പ്ലേയേഴ്സ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും ജോർജ് മെൻഡസ് പറഞ്ഞു വെയിറ്റ് ചെയ്യും, നിനക്ക് നല്ല ഡീൽ തരാം. സ്പേഴ്സ് വന്നു, മണ്ടന്മാരാണോ സ്മാർട്ടാണോ? അവർ മണ്ടത്തരം കാണിച്ചോ സ്മാർട്ടാണെന്നുള്ളത് കാലം തെളിയിക്കും. നമ്മൾ കണ്ടിരുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് എഡ് വുഡ്വേർഡിൻ്റെ പേരാണ്.
നമുക്കറിയാം നമ്മുടെ പഴയ സ്പോർട്ടിംഗ് ഡയറക്ടർ, ദ ബാങ്കർ കം സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്നു. വെറുതെ കാശെടുത്ത് വീശുന്നു, വേണ്ട പ്ലേസിനെ കൊണ്ടുവരുന്നു, വേണ്ടാത്ത പ്ലേസിനെ കൊണ്ടുവരുന്നു, മൊത്തം കച്ചറയാക്കുന്നു, ഒരു വേജ് സ്ട്രക്ചർ ഇല്ലാതെയാക്കുന്നു, ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ഇല്ലാതെയാക്കുന്നു. പക്ഷേ അതേ സംഭവമാണ് ഇവിടെ ടോട്ടനം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അവർ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് ബെറ്റർ പ്ലേയേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എഗെയിൻ അത് കാലം തെളിയിക്കേണ്ട സംഭവമാണ്. ഇനി നമ്മുടെ കാര്യം, നമ്മുടെ നെക്സ്റ്റ് സൈനിങ് ആരാണ്? ആൻഡേഴ്സൺ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ അതാ ആൻഡേഴ്സിൻ്റെ ബാക്കപ്പായിട്ട് വന്ന മാത്യൂസ് ഫെർണാണ്ടസും കയ്യിൽ നിന്ന് പോയി. ഈ മാത്യൂസ് ഫെർണാണ്ടസിൻ്റെ പേര് ഞാൻ കേൾക്കുന്നത് ഫസ്റ്റ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് മെയ് ലാസ്റ്റ് വീക്കാണ്. അത് വെസ്റ്റ് ഹാം റെലിഗേറ്റ് ആവുന്നു എന്ന് കേട്ടപ്പോഴാണ് നമ്മൾ ഈ പേര് കണ്ടത്. പക്ഷേ അതിന് മുമ്പേ കുറേ പേരുകളുണ്ടായിരുന്നു. ബലേബ, അലക്സ് സ്കോട്ട്, അതേപോലെ തന്നെ ചൗമീനി, ആൻഡേഴ്സൺ. അതിൽ പ്രോമിനൻ്റ് ആയിട്ട് നിന്നൊരു ആൻഡേഴ്സൺ ആയിരുന്നു. ആൻഡേഴ്സൺ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് മാത്യൂസ് ഫെർണാണ്ടസ് വന്നത്. ഇനി എൻ്റെ ചോദ്യം, 85 മില്യൺ സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 85 to 100 മില്യൺ സ്പെൻഡ് ചെയ്യേണ്ടത് മാത്യൂസ് ഫെർണാണ്ടസിനാണോ അതോ ചൗമീനിക്കാണോ? നമ്മുടെ ടീമിലോട്ട് മാത്യൂസ് ഫെർണാണ്ടസ് ഒരു ഇൻക്രെഡിബിൾ മിഡ്ഫീൽഡർ ആവും ഫ്യൂച്ചറോട്ടെന്നൊരു സംശയമില്ല. അത് ടോട്ടനം എഗെയിൻ അവനെ എങ്ങനെയാണ് നോക്കുന്നത് പോലെ ഇരിക്കും. പക്ഷേ എന്തായാലും ടാലൻറ്റഡ് പ്ലെയറാണ്. പക്ഷേ കാരിക് സിസ്റ്റത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടത് ചൗമീനി അല്ലേ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ചോദ്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, 85 മില്യൺ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ 100 മില്യൺ കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നൊരു പ്ലെയർ അത് ചൗമീനിയാണ്. അത് ഒരിക്കലും മാത്യൂസ് ഫെർണാണ്ടസ് അല്ല. ശരിയാണ്, ഇൻഫ്ലേറ്റഡ് മാർക്കറ്റാണ്, വളരെ പൈസ കൂടുതലാണ്, വെയ്റ്റ് സ്ട്രക്ചർ കൂടുതലാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ദർ ഷുഡ് ബി ക്വാളിറ്റി. നമ്മൾ കൊണ്ടുവരുന്ന പ്ലെയർക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഫാൻസിന് വേണം, അതേപോലെ തന്നെ കോച്ചിന് വേണം, ആ വരുന്ന പ്ലെയർക്കും വേണം. അങ്ങനത്തെ ഒരു പ്ലെയർ ഞാൻ ഇന്ന് മാർക്കറ്റിൽ കാണുന്നത് ഇറ്റ്സ് ചൗമീനി. മാത്യൂസ് ഫെർണാണ്ടസ് ആ പ്ലെയർ അല്ല. മാത്യൂസ് ഫെർണാണ്ടസ് നമ്മുടെ മാർക്കി സൈനിങ് അല്ല. 80-85 മില്യൺ കൊടുത്ത് കൊണ്ടുവന്നാൽ ആ പ്ലെയർ പിന്നെ നമ്മുടെ മാർക്കി സൈനിങ് ആണ്. ഒരിക്കലും മാത്യൂസ് ഫെർണാണ്ടസ് 2 വട്ടം റെലിഗേറ്റ് ആയി പോയ മാത്യൂസ് ഫെർണാണ്ടസ് ഒരിക്കലും നമ്മുടെ മാർക്കി സൈനിങ് ആയി മാറില്ല, മാറാൻ പാടില്ല. അതാണ് മെയിൻ സംഭവം. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്നാൽ അവരുടെ ചാൻസ് കൊടുത്തുകൂടെ ചോദിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചാൻസ് കൊടുത്തുകൊണ്ട് കളിക്കേണ്ട ഒരു പ്ലെയറും വരാൻ പാടില്ല. ഇവിടെ പ്രൂവൺ ആയിട്ടുള്ള, അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൂവ് ആയി കഴിഞ്ഞ പ്ലേയേഴ്സ് വന്നിട്ടേ കാര്യമുള്ളൂ. അങ്ങനത്തെ ഒരു പ്ലെയറാണ് ചൗമീനി. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ചൗമീനി ഈസ് ആൻസർ ഫോർ എസ്. ഇനി ഇത് ഇനിയോസ് പുൾ ഓഫ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ആൻഡേഴ്സൺ മിസ് ഔട്ടായി പോയി, മാത്യൂസ് ഫെർണാണ്ടസ് ബാക്കപ്പായിട്ട് മിസ് ഔട്ടായി പോയി. പക്ഷേ ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് ചൗമീനിയാണ്. ഫോർ മീ ചൗമീനി ഈസ് ദ വൺ. ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്, എൻ്റെ പ്രയോറിറ്റി സൈനിങ് ഈസ് ചൗമീനി. ചൗമീനി വന്നിട്ടില്ലെങ്കിൽ എന്താവുന്നുള്ളത് ഐ ഹാവ് നോ ഐഡിയ. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ട്രാൻസ്ഫർ വിൻഡോനെ അധികം എക്സ്പെക്ടേഷനോട് കാണണ്ട. അതേപോലെ തന്നെ ഈ ട്രാൻസ്ഫർ വിൻഡോ മറന്നേക്കാം ഇനി ചൗമീനി വന്നിട്ടില്ലെങ്കിൽ. അതിന് കൂടെ കേൾക്കുന്ന പേര് അലക്സ് സ്കോട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ മാത്യൂസ് ഫെർണാണ്ടസിന് മുമ്പേയും അലക്സ് സ്കോട്ടിൻ്റെ പേര് കേട്ടിരുന്നു, പല ക്ലബ്സിൻ്റെ ലിങ്ക്ഡ് ആണ്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അലക്സ് സ്കോട്ടിലോട്ട് പോയാലും ബലേബിലോട്ട് പോയാലും ഏതൊരു കൂതറ മിഡ്ഫീൽഡിൽ പോയാലും അവർ ചോദിക്കാൻ പോകുന്ന പ്രൈസ് എസ്പെഷ്യലി ഫ്രം പ്രീമിയർ ലീഗ് 80 മില്യൺ ആയിരിക്കും. ഇവിടെയാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ മണ്ടത്തരമല്ലേ കാണിച്ചത്? നമ്മൾ ഈ 80-85 മില്യൺ ടോട്ടനം സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ മുമ്പേ വേറൊരു പ്ലെയർക്ക് മൂവ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഡീൽ സൈൻ ചെയ്യേണ്ടതായിരുന്നില്ലേ? മേ ബി ഒരു അലക്സ് സ്കോട്ട് ഒരു 70 മില്യൺ എന്നൊക്കെ. ഇനി നമ്മൾ അലക്സ് സ്കോട്ടിലോട്ട് പോയാലും 80-85 മിനിമം ബോർണ്മൗത്ത് ചോദിക്കും. കാരണം ആരും അയ്യോ ഇതാ മാഞ്ചസ്റ്റർ വരുന്നേ, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്ലേയേഴ്സിനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ പ്ലേയേഴ്സ് നിങ്ങൾ എടുത്തോളൂ എന്നാരും പറയാൻ പോകുന്നില്ല. ഇനി കാണാൻ പോകുന്ന മാർക്കറ്റ് 85 മില്യൺ മാർക്കറ്റ് ആയിരിക്കും. അത് ഏതൊരു ആവറേജ് മിഡ്ഫീൽഡർ ആയാലും ഇനി 85 ആയിരിക്കും. കാരണം റെലിഗേറ്റഡ് ആയ 2 വട്ടം റെലിഗേറ്റഡ് ആയ ചാമ്പ്യൻഷിപ്പിൽ നിൽക്കുന്ന വെസ്റ്റ് ഹാമിൽ നിന്ന് 85 മില്യണിന് വെസ്റ്റ് ഹാമിന് മാത്യൂസ് ഫെർണാണ്ടസിന് വിൽക്കാമെങ്കിൽ ടു ടോട്ടനം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏതൊരു പ്ലെയർക്ക് പോയാലും ഇനി 80 മില്യൺ ആയിരിക്കും കോട്ട് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഏത് പ്ലെയർക്കും നമുക്ക് ബെറ്റർ. തീർച്ചയായിട്ടും ആൾ കോമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്കൊരു സജഷൻ ഉള്ളത്, ഐ തിങ്ക് വി ഷുഡ് ടാർഗറ്റ് ലീഗ് 1 ഓൾസോ. ഫ്രഞ്ച് ലീഗിലായാലും അതേപോലെ തന്നെ ബണ്ടസ് ലീഗായാലും സ്റ്റില്ലർ ഉണ്ട്, കമാർ ഉണ്ട്, സംഗാര ഉണ്ട്, കുറേ പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ അങ്ങനത്തെ പ്ലേയേഴ്സ് നോക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് അങ്ങനെ കേൾക്കുന്ന ഒരു പ്ലെയർ എൻമിച്ചയാണ്, നമ്മുടെ ബൊറൂസിയ ഡോർട്ട്മണ്ടിൻ്റെ ജർമ്മൻ പ്ലെയർ. ജർമ്മനി ഇപ്പോൾ വേൾഡ് കപ്പിൽ നിന്ന് ഔട്ടായി. സോ ഹീസ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീൽ സൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ സ്റ്റില്ലറും ഇപ്പോൾ വേൾഡ് കപ്പിൽ നിന്ന് ഔട്ടായി. അപ്പോൾ അവിടെയും ഒരു ഡീൽ സൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ എല്ലാ വഴികളും തുറന്നു കാണിക്കുന്നത് ബലേബയിലോട്ടാണെന്നൊരു സംശയം എനിക്കുണ്ട്. ബബ്ലിയാണ് നമ്മുടെ, എൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാനൊരു ബബ്ലി എന്ന് വിളിക്കുന്നത്, ബബ്ലിയാണ് നമ്മുടെ മിഡ്ഫീൽഡ് മാർക്കി സൈനിങ് എങ്കിൽ അടുത്ത സീസണിൽ യാതൊരു എക്സ്പെക്ടേഷനും വേണ്ട. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഇനി വരാൻ പോകുന്നത് സാഡ് ബർഗറും കൂടിയാണെങ്കിൽ സബാഷ്, നമ്മുടെ മിഡ്ഫീൽഡ് ഫിക്സ് അല്ലാതെ മാറും. ഇത് കണ്ടുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് ബോധം പോകാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. കാരണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അതാണ് നമ്മുടെ മിഡ്ഫീൽഡ് റീബിൽഡ് എങ്കിൽ ഇനിയോസ് ഗെറ്റ് ഔട്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ അടുത്ത് ഫണ്ട് ഉണ്ട്, നമുക്ക് ചിലവാക്കാനും ഫണ്ട് ഉണ്ട്. അത് ചിലവാക്കുന്നത് എങ്ങനെ ചിലവാക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം.
ഫോർ മീ ചൗമിനി ഈസ് നെക്സ്റ്റ് പ്രയോറിറ്റി. 110% കൊണ്ടുവന്നിരിക്കേണ്ട പ്ലെയർ ചൗമിനിയാണ്. അത് കഴിഞ്ഞിട്ട് ആരായാലും എനിക്ക് കുഴപ്പമില്ല, അലക്സ് കോട്ട ആവാം, ബലേബയോ ആരും ആവാം, പക്ഷേ ചൗമിനി ഈസ് മൈ പ്രയോറിറ്റി. പക്ഷേ നിങ്ങളുടെ ഒപ്പീനിയനിൽ ആരായിരിക്കും നമ്മുടെ നെക്സ്റ്റ് മിഡ്ഫീൽഡർ? തീർച്ചയായിട്ടും നിങ്ങൾ കോമൻറ്റ് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാം, 85 മില്യൺ പൗണ്ട്സിന് മത്തിയസ് ഫെർണാണ്ടസിനെ കൊണ്ടുപോയ ടോട്ടനമിന് നന്ദി. കാരണം ഈ സാഗ് തീർത്ത നിലയിലാണ്. ഒരുമാതിരി ബാലൻഡോർ വിൻ ചെയ്യാൻ പോകുന്ന മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോയ്ക്കുള്ള സാഗ പോലെ നമ്മളിപ്പോൾ കണ്ടത്. ഒരു മാസം 2 വട്ടം റെലിഗേറ്റ് ആയ പ്ലെയറാണ്. ഇവന് ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ വർഷവും ഒരു മത്തിയസ് ഫെർണാണ്ടസ് പൊട്ടി മുളച്ച് വരും. കഴിഞ്ഞ വർഷം ജാവോ നെവസ് വന്നു, ഇപ്രാവശ്യം മത്തിയസ് ഫെർണാണ്ടസ് വന്നു, അടുത്ത വർഷം ഇതുപോലെ വേറൊരു പ്ലെയർ വരും. പക്ഷേ മാർക്കറ്റിൽ ഇതുപോലെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടാൻ പോകുന്നൊരു പ്ലെയർ അത് ചൗമിനിയാണ്. എക്സ്പീരിയൻസ്ഡ് UCL വിന്നർ, മേ ബി റയൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ് വാല്യൂ കിട്ടാൻ പോകുന്നൊരു പ്ലെയർ ആയിരിക്കും ചൗമിനി. അത് അടുത്ത വർഷം കിട്ടിക്കൊള്ളണമെന്നില്ല. ചൗമിനി വി ഹാവ് ടു സൈൻ ഹിം. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കോമെൻറ്റ് ചെയ്യുക. ആർ യു ഹാപ്പി? ആർ യു സാഡ്? ആർ യു സാറ്റിസ്ഫൈഡ്? ആർ യു ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഇനിയോസ്? ഡു യു ട്രസ്റ്റ് ഇനിയോസ്? ഞാനൊരു കാര്യം പറയാം, ഐ ഡു നോട്ട് ട്രസ്റ്റ് ഇനിയോസ് ഈ സമ്മർ വിൻഡോയിൽ. കാരണം അവർ ചെയ്ത് വെക്കുന്നതൊക്കെ പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് കൂട്ടത്തിൽ പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. സീ യു അഗൈൻ.